ഹായ് ഗൈസ്, ഇന്നൊരു ചായ ആയിട്ട് കേട്ടോ വീഡിയോ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ പായസം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ മനുഷ്യരെക്കാളും ഏറ്റവും കൂടുതൽ മൃഗങ്ങളുള്ളത്. നമുക്ക് 2 പട്ടികളുണ്ട്, അതുപോലെ തന്നെ പശുക്കളുണ്ട്, പശുക്കിടാങ്ങളുണ്ട്, പിന്നെ ഒരു കൂട്ടം മുയലുകളുണ്ട്, പിന്നെ അതുകൂടാതെ താറാവ്, കോഴി, ഗിനിക്കോഴി, അങ്ങനെ ഒരുപാട് കേട്ടോ. ഇവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതേ അച്ഛനാട്ടോ. ഞാൻ ആ കാര്യത്തിലൊന്നുമില്ലേ. അച്ഛൻ രാവിലെ തന്നെ വയലിലാട്ടോ ഉള്ളത്. കാരണം എന്താ അറിയോ, കുരങ്ങ് ഒരുപാടുണ്ട്, അതിനെ കൊണ്ട് ശല്യം കൂടുതലാണ്. അതിനെ ഓട്ടിക്കാൻ പോയതാ. എൻ്റെ നാട്ടിലെ ഫ്രണ്ടിൻ്റെ ബേക്കറി ഷോപ്പ് ഉദ്ഘാടനമായിരുന്നു കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം പോകുമ്പോൾ ഒരു 8:30 കാണും. അപ്പോൾ തിരക്കായിരുന്നു. പോയി ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് നേരെ ഞാൻ തിരുനെല്ലിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പോകുന്ന വഴിക്ക് റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ബ്ലോക്ക് കിട്ടി കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ തിരുനെല്ലിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ചാരി നിന്നവന് പെണ്ണ് കിട്ടിയെന്ന് പറഞ്ഞ അവസ്ഥയാണ്. നമ്മുടെ ശ്രീരാഗ് അവിടെ ഫോണും വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ പായസ കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ, നമ്മൾ അറിയുന്ന ആൾക്കാരും പിന്നെ വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുതിയൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ചെരുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഷോ. അപ്പോൾ ആ ഒരു സൈഡിലെ കാർലോസ് നിർത്തിയിട്ടുണ്ട്. അതിലേക്ക് ഓടി കയറി പണ്ടത്തെ ഒരു വൈബ് പിടിക്കാൻ വേണ്ടി ബെല്ലടിച്ച് കളിക്കുകയാണ്. പിന്നെ താഴെ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരുപാട് പിള്ളേർ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് കഴിച്ച മസാല ദോശ തന്നെയാണ്. പിന്നെ ഈ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചീൻ്റെ സിനിമയിലെടുത്തതിൻ്റെ സന്തോഷത്തിലാട്ടോ. ഞാൻ തന്നെയാണ് ഡയറക്ടർ. പിന്നെ ഈ ഒരു ഫാമിലി ഉണ്ടല്ലോ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നവരാട്ടോ. അവർ 5 ഗ്ലാസ് പായസവും അതുകൂടാതെ ഒരു ബോട്ടിലും വാങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന ഫാമിലി ഉണ്ടല്ലോ, എൻ്റെ പായസം മുഴുവനായിട്ട് തീർത്തത് ഇവരാണ്. 3 ബോട്ടിൽ പായസം അതുകൂടാതെ 5 ഗ്ലാസ് പായസം എക്സ്ട്രായും കൂടി വാങ്ങിയിട്ടോ. അപ്പോൾ ഇതോടെ എൻ്റെ കച്ചവടം കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക്. ഇന്നത്തെ കച്ചവടം ഹാപ്പി ആയിരുന്നു കേട്ടോ.